ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര രേവതിയുടെ കയ്യിലേക്ക് ആ സ്വർണ്ണാഭരണങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴും ചന്ദ്രയ്ക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ നമ്മുടെ രേവതിയോട് സച്ചി പറയാണ്, രേവതി ആ സ്വർണ്ണമൊക്കെ നോക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതി ആ സ്വർണ്ണം നോക്കുക. അങ്ങനെ ഒരു വളയെടുത്ത് കൈ പിടിച്ചിട്ട് ചന്ദ്രയെയും വളയെയും മാറി മാറി നോക്കുകയാണ് രേവതി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ഭയങ്കര പേടി തോന്നും. ദൈവം ഇവൾക്ക് മനസ്സിലായി ഇത് റോൾഡ് ഗോൾഡ് ആണെന്ന് മനസ്സിലായോ എന്നൊക്കെ ചിന്തിച്ച് ചന്ദ്ര ഇങ്ങനെ നിൽക്കുക. അപ്പോഴും രേവതി കണ്ണെടുക്കാതെ ചന്ദ്രയെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എന്താടി നീ എന്നെ എന്താ തുറിച്ചു നോക്കുന്നത്, നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നത്, ഞാൻ അതിൽ നിന്ന് ഒന്നും എടുത്തിട്ടൊന്നുമില്ല, നിന്റെ സ്വർണ്ണാഭരണങ്ങൾ മൊത്തം അതിലുണ്ട്, അല്ലാതെ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞപ്പോഴേക്കും അതിന് ഞാൻ പറഞ്ഞില്ലല്ലോ ആ അമ്മ എടുത്തെന്ന്, പിന്നെ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത് എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ രവിയാണെങ്കിൽ നിങ്ങളേതായാലും പോയിട്ട് വാ, എങ്കിൽ പിന്നെ സച്ചേട്ടാ നമുക്ക് പോയാലോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയ്ക്ക് ആകെ പേടി തോന്നേ. എങ്ങോട്ട്, നിങ്ങളെങ്ങോട്ടാണ് ഇതും കൊണ്ട് പോകുന്നത്? ചന്ദ്രേ, അവരെങ്ങോട്ടെങ്കിലും പോട്ടെ, അതിന് നിനക്കെന്താ പ്രശ്നം? അവരെങ്ങോട്ട് പോയാലും അതല്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന്. എങ്കിലേ നീ അറിയണ്ട അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന്, നീയേ നിൻ്റെ ജോലി നോക്കി നിൽക്ക് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട്. അല്ല, ഇവളിവിടെ നിന്ന് പോയാലേ ആര് വിളമ്പിത്തരും? നിൻ്റെ കൈ ഒടിഞ്ഞത് ശരിയായോ ചന്ദ്രേ എന്ന് ചോദിച്ചപ്പോഴേക്കും, എൻ്റെ കൈ ഒടിഞ്ഞെന്നോ? എപ്പോഴും എൻ്റെ കൈ ഒടിഞ്ഞത്? എൻ്റെ കൈയൊന്നും ഒടിഞ്ഞിട്ടില്ലല്ലോ. അപ്പം നിൻ്റെ കൈ ഒടിഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ നിനക്ക് വിളമ്പി തിന്നാലെന്താ പ്രശ്നം? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രേവതി ഇരുന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. മക്കളെ നിങ്ങൾ പോയിട്ട് വാ എന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യണം. അപ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ആകെ പേടിയും തോന്നിയാണ്. അപ്പോൾ ചന്ദ്ര നേരെ സുധിയോട്, സുധി ദേ അവർ പുറത്തേക്കാണ് പോയിരിക്കുന്നത്, ഇനി എങ്ങാനും റോൾഡ് ഗോൾഡ് ആണെന്ന് വല്ല അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പണി പാളുവേ എന്നും ഇങ്ങനെ സംസാരിക്കാം. സുധിക്കാണെങ്കിൽ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ടെൻഷൻ അടിച്ച് വല്ലാതെ ആകുക. അങ്ങനെ നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ രേവതിയും കൂടി ഒരു ജ്വല്ലറിയിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ രേവതി പറയുകയാണ്, ഏതായാലും നമുക്ക് പരിചയമുള്ള ജ്വല്ലറി ആണല്ലോ, നമുക്ക് കൂടുതൽ പൈസ തരുമായിരിക്കും. അച്ചമ്മയ്ക്ക് വേണ്ടിയല്ലേ രേവതി, നിൻ്റെ സ്വർണ്ണങ്ങളെല്ലാം കൊടുക്കേണ്ടി വരും. എനിക്ക് ആ കൊടുക്കുന്നതിൽ ഭയങ്കര സങ്കടമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, അച്ചമ്മയ്ക്ക് നമുക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഇതേ നിവൃത്തിയുള്ളൂ. അതിനെന്താ സച്ചിയേട്ടാ, നമ്മുടെ അച്ചമ്മയല്ലേ അപ്പോൾ അച്ചമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, ഈ സ്വർണം പോകണമെങ്കിൽ പോട്ടേന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ജ്വല്ലറിയിലേക്ക് കയറി ചെല്ലുക. ആ സമയത്ത് ഇങ്ങനെ ജ്വല്ലറിയുടെ ഓണറിനെ ചോദിക്കുകയാണ്, അയ്യോ ഇല്ലല്ലോ സാറ് ഇവിടെ ഇല്ലല്ലോ, സാറ് കുറച്ചും കഴിയുമ്പോൾ വരും, നിങ്ങളിവിടെ ഇരുന്നോളൂ. സാരമൊന്നുമില്ല, ഞങ്ങളൊരു ചെയിൻ എടുക്കാൻ വേണ്ടി വന്നാണ്, അത് കഴിയുമ്പോഴേക്കും പോയിക്കോളാം. ചെയിൻ എടുക്കാൻ വേണ്ടിയാണോ? ശരി, ചെയിൻ കാണിച്ചു തരാം എന്ന് പറയാം. നിങ്ങൾ ഏത് ഡിസൈനാണ് നോക്കുന്നത്? എൻ്റെ മനസ്സിലുള്ള ഡിസൈനൊക്കെ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ ഏതായാലും നിങ്ങളുടെ പക്കലുള്ള ചെയിനൊക്കെ വെക്ക്, എന്നിട്ട് ഞാൻ ആലോചിക്കാം ഏതെടുക്കണമെന്ന്. അങ്ങനെ സച്ചിയും രേവതിയെയും അവിടെ ക്ഷണിച്ചിങ്ങനെ ഇരുത്തുകയാണ്. അങ്ങനെ ഇവർ ഒരു ചെയിൻ്റെ ബോക്സ് അങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ചില ചെയിനൊക്കെ ഇഷ്ടപ്പെട്ടു. സച്ചിയുടെ ഈ ചെയിൻ നോക്കിയേ നല്ല രസമില്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴേ അത് കൊള്ളൂല, അവിടെ വെക്ക് രേവതി. അങ്ങനെ വേറൊരു ചെയിനും കാണിച്ചു കൊടുക്കുക. ഇതൊന്നും രസമില്ലെന്ന്, ഇതൊന്നും അല്ല എൻ്റെ മനസ്സിലുള്ള ചെയിന്, ഇത്രയേ ഉള്ളോ ചെയിന്, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. സാറേ എങ്കിൽ പിന്നെ വേറെ ചെയിൻ വെച്ച് കൊടുക്കുക സാറേ, കണ്ടു നോക്ക് എന്നും പറഞ്ഞാൽ നമ്മുടെ ആ ജ്വല്ലറിക്കാരൻ വേറൊരു ചെയിൻ്റെ ബോക്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ നോക്കിക്കണ്ടേ രസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സച്ചിങ്ങ് നോക്കുക, അതെ ഇത് തന്നെ, ഇതാണ് ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ചെയിൻ, ഈ ചെയിൻ മതി കേട്ടോ, ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത് എത്ര പവൻ വരും? ഇതൊരു 3 പവൻ വരും. 3 പവൻ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എത്ര രൂപ ആകും? 3 പവനാകുമ്പോൾ പണിക്കൂലി അടക്കം 3.5 ലക്ഷം രൂപ അത്രയും വരുമെന്ന് പറയാം. ഇത് കഴിഞ്ഞപ്പോഴേക്കും രേവതി എങ്ങനെയുണ്ട്? അതേതായാലും കൊള്ളാം, 3.5 ലക്ഷം രൂപയേ ആകുള്ളൂ, അപ്പം നിൻ്റെ എല്ലാ സ്വർണ്ണങ്ങളും കൊടുക്കേണ്ടി വരില്ല രേവതി. അതേതായാലും നന്നായി എന്നും അവിടെ സംസാരിക്കുകയാണ്. എങ്കിൽ പിന്നെ ചേട്ടാ ഈ മാല മതി കേട്ടോ ഞങ്ങൾക്ക്. എങ്കിൽ പിന്നെ ആയിക്കോട്ടെ. അപ്പോൾ രേവതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമ്മുടെ സച്ചി. ആ മാല ഒന്ന് വെച്ച് നോക്കുകയാണ്. എനിക്കല്ലല്ലോ സച്ചി ചേട്ടാ, അച്ചമ്മയ്ക്ക് വേണ്ടിയല്ലേ, എന്നാലും നിനക്ക് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, നിനക്ക് വെച്ചാലും നല്ല ഭംഗിയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് അച്ചമ്മയ്ക്കും വെച്ചാൽ ഭംഗിയായിരിക്കും, അതുകൊണ്ടല്ലേ നിന്നെ ഞാൻ വെച്ച് നോക്കിയത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അത് പിന്നെ ചേട്ടാ, ഞങ്ങൾ ഈ ചെയിൻ എടുക്കാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ ഞങ്ങളുടെ സ്വർണം തന്നിട്ട് ഈ ചെയിൻ എടുക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിനെന്താ നിങ്ങളുടെ കയ്യിൽ സ്വർണം തന്നേക്കൂ, ഞങ്ങൾ ഏതായാലും അത് എടുത്തിട്ട് ബാക്കിയുള്ളത് നിങ്ങൾക്ക് തരാം എന്നിങ്ങനെ പറയാം. ശരി, അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ രേവതിയുടെ ഒരു 4 വള ആ ഒരു ആഭരണ പെട്ടിയിൽ നിന്ന് എടുത്ത് കൊടുക്കുക. ഇതേ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്തോട്ടെ. അതിനെന്താ ചെക്ക് ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ചെക്ക് ചെയ്യാനായിട്ട് ആ വളയം കൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും രണ്ടുപേര് ജ്യൂസായിട്ട് രേവതിയുടെയും സച്ചിയുടെ അരികിലേക്ക് വരികയാണ്. എന്നാ സാറേ എന്നാ ജ്യൂസ്. അങ്ങനെ ഇവർ ജ്യൂസ് കുടിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും സച്ചി പറയണം, എടോ അവിടെ നിന്നേടോ, ഇതാണോടോ ജ്യൂസ്? എന്താ സാർ? അയ്യോ എന്തൊരു പുളിയാണ്,
പൈസ എന്നല്ലേ, ഞങ്ങൾക്ക് ജ്യൂസ് വേണ്ട എന്നാൽ എടുത്തുകൊണ്ട് പോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിൻ രേവതിയും ആ ജ്യൂസ് എടുത്ത് അവിടെ തന്നെ അങ്ങനെ വെച്ച് കൊടുക്കുക. സച്ചിയേട്ട എന്താ സച്ചിയേട്ടത് മിണ്ടാതിരിക്കും രേവതി, നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ എല്ലാം മേടിക്കുന്നത്, ഇങ്ങനെ വളിച്ച ജ്യൂസാണ് എടുത്തു തരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സച്ചി ഭയങ്കര ഗമ കാണിക്കണം അവിടെ. അപ്പോഴേക്കും ഈ 4 വളയം കൊണ്ടുപോയി ആൾക്കാരിങ്ങനെ ഇത് ഉരച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഇത് സ്വർണ്ണമല്ല റോൾഡ് ഗോൾഡ് ആണെന്ന്. അയ്യോ ദേ അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ, ഇത് സ്വർണ്ണമല്ല സാറേ, ഇത് റോൾഡ് ഗോൾഡാണ്. റോൾഡ് ഗോൾഡാണോ? അമ്പട തട്ടിപ്പ് വീരന്മാരെ, ഞങ്ങളെ പറ്റിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണല്ലേ, ഇപ്പം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇതും കൊണ്ട് പോവാ. അപ്പം വേറെ ആളോട് പറയണത് ദേ അവർ പറ്റിക്കൽ സ്കീമാണ് കേട്ടോ, ഇവർ സ്വർണ്ണമല്ല റോൾഡ് ഗോൾഡാണ് എന്നവിടെ സംസാരിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആഹാ നമ്മളെ പറ്റിക്കാൻ മാത്രമായ അവർ എന്നും പറഞ്ഞ് ഇവർ ആഭരണം കൊണ്ട് നേരെ സച്ചിയുടെ രേവതിയുടെ അടുത്ത് പോയിട്ട് നിങ്ങളെന്താ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കണം. അയ്യോ സാറേ എന്താ സാറേ അങ്ങനെയൊക്കെ പറയുന്നത്, ഇതേ സ്വർണ്ണമല്ല റോൾഡ് ഗോൾഡാണ് സാറേ, അനാവശ്യം പറയാൻ നിൽക്കരുത് കേട്ടോ, ഇത് ഞങ്ങൾ സ്വർണം തന്നെയാണ് കൊണ്ടുവന്നത്. ആഹാ കൊള്ളാലോ, അപ്പം ഞങ്ങൾ പറയുന്നത് കള്ളത്തരമാണെന്നോ? ഞങ്ങളിത് ചെക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതേ നിങ്ങൾ സ്വർണ്ണമാണെന്നും പറഞ്ഞ് കൊണ്ടിരിക്കുന്നതേ റോൾഡ് ഗോൾഡാ, ഇത് തന്നിട്ട് പൈസ മേടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചല്ലേ? അതൊക്കെ നിങ്ങളുടെ കയ്യിൽ വെച്ചാൽ മതി, കുറേ തട്ടിപ്പ് സംഘങ്ങൾ ഇറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും രേവതിയും സച്ചിയും ആകെ പേടിച്ചു പോയി. അപ്പോൾ സച്ചി അവിടെ നിന്ന് ചാടി എണീറ്റിട്ട് അനാവശ്യം പറയാൻ നിൽക്കരുത്, ഞങ്ങളെ സ്വർണം തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്, നിങ്ങൾ സ്വർണ്ണം അകത്തേക്ക് കൊണ്ടുപോയില്ലേ അത് മാറ്റിയിട്ട് റോൾഡ് ഗോൾഡ് കൊണ്ട് വന്നായിരിക്കും, എന്നിട്ട് ഞങ്ങളെ പറ്റിക്കാനായിട്ട് അനാവശ്യം പറയാതെ ചെറുക്ക, ഞങ്ങളങ്ങനെ പറ്റിക്കൽ ടീമൊന്നും അല്ല. ഇവിടെ ക്യാമറയുണ്ട്, ക്യാമറ, ആ ക്യാമറയിൽ വ്യക്തമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുമില്ല, ഇത് ഞങ്ങൾ മാറ്റിയിട്ടുമില്ല, അത് ക്യാമറയിൽ വ്യക്തമായിട്ട് തെളിയും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവിടെ ഭയങ്കര കശപിശ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായി കഴിഞ്ഞപ്പോഴേക്കും നിൽക്ക് ഏതായാലും ഞങ്ങൾ പോലീസിനെ വിളിക്കടോ. അപ്പോൾ രേവതിയാണെങ്കിൽ അയ്യോ ഒന്ന് സച്ചിയേട്ടാ ഒന്നും മിണ്ടാതിരിക്കും സച്ചിയേട്ടാ, ദയവ് ചെയ്ത് പോലീസിനൊന്നും വിളിക്കണ്ട, സത്യം ഇത് എങ്ങനെ മാറിയതെന്നൊന്നും അറിയില്ല, ഞങ്ങൾ സ്വർണം തന്നെയാണ് കൊണ്ടുവന്നത്, പക്ഷേ അതിനിടയിൽ എങ്ങനെ മാറിപ്പോയെന്ന് ഞങ്ങൾക്കൊരു വ്യക്തതയില്ല, നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞങ്ങൾ പോലീസിനെ വിളിക്കും, പോലീസ് വന്ന് തെളിയിക്കട്ടേന്നേ. വിളിക്കടോ, നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തുകയാണോ? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നിങ്ങൾ പോലീസിനെ വിളിച്ചാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, മനസ്സിലായല്ലോ എന്നിങ്ങനെ സച്ചി പറയാണ്. പോലീസിനെ വിളിക്കടോ. അപ്പോൾ ഇവർ പോലീസിനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ഓണർ വരികയാണ്. അപ്പോൾ ഓണർ വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം? രേവതിയാണോ? എന്താ രേവതി പ്രശ്നം? സാറേ ഞങ്ങൾ കുറച്ച് സ്വർണം കൊണ്ടുവന്നായിരുന്നു, ഞങ്ങളുടെ അച്ഛമ്മയുടെ പിറന്നാളാണ്, അപ്പോൾ അതിന് വേണ്ടി ഒരു മാല മേടിക്കണമായിരുന്നു, അപ്പോൾ ഈ കുറച്ച് സ്വർണം കൊടുത്തിട്ട് മാല മേടിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ ഞങ്ങൾ കുറച്ച് സ്വർണം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഇവർ പറയുകയാണ് അത് സ്വർണ്ണമല്ല റോൾഡ് ഗോൾഡാണ് എന്നാണ് പറയുന്നത്, എങ്ങനെ ഇത് സംഭവിച്ചെന്ന് അറിയില്ല സാറേ എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെയാണോ സംഭവങ്ങൾ? അപ്പോൾ അവിടെ ജോലിക്കുന്നവർ പറയണം അതേ സാറേ ഇവർ കൊണ്ടുവന്നത് സ്വർണ്ണമല്ല, ഇവർ കൊണ്ടുവന്നത് റോൾഡ് ഗോൾഡാണ്, ഞങ്ങൾ ഉരച്ച് നോക്കിയായിരുന്നു, ഇപ്പോൾ ഇവർ പറയാണ് ഞങ്ങളെടുത്ത് മാറ്റിയെന്നാണ് പറയുന്നത്, ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും സാറേ, ഇവർ തട്ടിപ്പാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, രേവതി എനിക്കറിയാം, എൻ്റെ പഴയ സ്ഥാപനത്തിലേക്ക് രേവതിയാണ് പൂ തന്നുകൊണ്ടിരുന്നേച്ചത്, അതുകൊണ്ട് രേവതി എനിക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല, അവൾ കള്ളം ചെയ്യാത്ത ഒരാളാണ്, ഒരു തട്ടിപ്പതിലും രേവതി പോയില്ല, അതുകൊണ്ട് എനിക്ക് രേവതിയെ പൂർണ്ണ വിശ്വാസമാണ്, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ സച്ചിയും പറയാണ് അറിയില്ല സാറേ, എങ്ങനെ സംഭവിച്ചെന്നറിയില്ല, ഇയാളായിരിക്കും എടുത്ത് മാറ്റിയതെന്ന് പറയാണ്. എൻ്റെ അറിയാ അങ്ങനെ ഞങ്ങളെടുത്ത് മാറ്റേണ്ട കാര്യമില്ല, ഇത് വർഷങ്ങളോളം സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്, അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെതായ നിലയും വിലയും ഒക്കെ ഉണ്ട്, ഒരു തട്ടിപ്പ് ഇവിടെ നടത്തി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സ്ഥാപനം അടച്ചു പൂട്ടേണ്ടി വരില്ലേ, അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ചെയ്യില്ല, ഇത് നിങ്ങൾക്ക് എന്തോ ഒരു അമ്മളി പറ്റിയതാണ് എന്നങ്ങനെ പറയാം. സാറേ ഞങ്ങൾ ഏതായാലും പോലീസിനെ വിളിക്കട്ടെ എന്ന് ജോലിക്കാർ ചോദിച്ചപ്പോഴേക്ക് വേണ്ട, പോലീസിനെ വിളിക്കാൻ വരട്ടെ, ഞാനേതായാലും നോക്കട്ടെ, ഇവരൊരിക്കലും കള്ളത്തരം ചെയ്യില്ല, അങ്ങനെ ഇയാൾ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അത് റോൾഡ് ഗോൾഡ് തന്നെയാണ്, നിങ്ങളൊന്ന് അന്വേഷിച്ചിട്ട് വാ, ശരിക്കും പറഞ്ഞാൽ ഇത് റോൾഡ് ഗോൾഡ് തന്നെയാണ് എന്ന് ഇയാളും പറയാം. അങ്ങനെ സച്ചിയും രേവതിയും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. സച്ചിക്കാണെങ്കിൽ ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ, ഇനി എന്ത് ചെയ്യും രേവതി, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം. ആരെ വിളിക്കാൻ പോകുന്നു? അച്ഛനെ വിളിച്ച് പറയാൻ. ഒന്നും മിണ്ടാതിരിക്കുക സച്ചിയേട്ടാ, അച്ഛനിപ്പോൾ വിളിച്ച് പറയണ്ട. എന്താ വിളിച്ച് പറയണ്ടെന്നോ? സ്തുതിയാണ് എല്ലാത്തിനും പിന്നിൽ, സ്തുതിയായിരിക്കും ഇതെല്ലായിടത്തും മാറ്റിയത്, അവന് കള്ളത്തരത്തിൻ്റെ ആശാനാണ്, അതുകൊണ്ട് അവനിട്ട് ഞാൻ പണി കൊടുക്കുന്നുണ്ട്. സച്ചിയേട്ടാ സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരു പ്രവൃത്തിയും ചെയ്യരുത്, കാരണം എൻ്റെ സ്വർണം മുഴുവൻ ഇരുന്നേച്ചത് അമ്മയുടെ കയ്യിലാണ്, ഇതെങ്ങനെ മാറി, എവിടെ വെച്ച് മാറി, എന്താ സംഭവം ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനായിട്ട് പാടില്ല സച്ചിയേട്ടാ എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഉറപ്പാണ് സ്തുതി തന്നെയാണ് ഇത് മാറ്റിയത്, ഞാൻ അവനെ ശരിയാക്കും, വീട്ടിലേക്ക് വാ എന്നൊക്കെ പറയാം. വേണ്ട, ഏതായാലും നാളെ അച്ചമ്മ വരും, മറ്റന്നാൾ
അച്ഛമ്മയുടെ പിറന്നാളാ, 2 ദിവസം ക്ഷമിക്കുമെന്ന്. നമ്മൾ ഈ സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിറന്നാൾ ആഘോഷം മനസ്സ് നിറഞ്ഞ് ആഘോഷിക്കാനായിട്ട് പറ്റില്ല അച്ഛമ്മയ്ക്ക്. അച്ഛമ്മയുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്. എന്താ രേവതി ഇത് വക്കീല് ചോദിക്കുന്നത് പോലെ ഓരോരോ പോയിന്റും വെച്ച് നീ ചോദിക്കുന്നത്? ഇതൊക്കെ ശരിയാണോ രേവതി? നീ ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കറിയാം 2 ദിവസം സമയമല്ലേ, ആ സമയം വരെ നമുക്കൊന്ന് കാത്തിരിക്കാം എന്ന് പറയാം. അങ്ങനെ സച്ചി അത് സമ്മതിക്കുകയും ചെയ്യാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രവിയും ശ്രീകാന്തും കൂടി ബലൂണൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ ഇടുക. എന്ന് വെച്ചാൽ അച്ചമ്മന്ന് വരും, വന്നു കഴിഞ്ഞ് പിറ്റേ ദിവസം അച്ചമ്മയുടെ പിറന്നാളാണേ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സെറ്റപ്പ് അങ്ങനെ ആക്കുകയാണ്. അപ്പോൾ ചന്ദ്രയ്ക്കും സുധിക്കുന്നത് വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ഓ, എന്തിനാണ് ഇതിന് വേണ്ടി കഷ്ടപ്പെടുന്നത്? അല്ല, നിങ്ങളുടെ ഈ ഡെക്കറേഷനൊക്കെ കാണുമ്പോൾ തോന്നുമല്ലോ കല്യാണമാണെന്ന്. എന്താ ചന്ദ്രേ, കല്യാണത്തിന് മാത്രം ഡെക്കറേഷൻ ചെയ്യാൻ പാടുള്ളോ? എന്താ, എൻ്റെ അമ്മയുടെ പിറന്നാളാ, എൻ്റെ അമ്മയുടെ പിറന്നാളിന് ഞാനിങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യും. ഓ, അമ്മയുടെ പിറന്നാൾ പോലും എന്താ, എൻ്റെ അമ്മയെ ഇവിടെ നിർത്താനായിട്ട് സാധിക്കുന്നില്ല, എൻ്റെ അമ്മയെ നോക്കാനായിട്ട് നിനക്ക് കഴിയില്ല. അപ്പോൾ പിന്നെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാൻ പാടില്ലേ? എൻ്റെ അമ്മ വരുമ്പോൾ, എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ചന്ദ്ര പറയാണ്, അപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം സന്തോഷമില്ലല്ലേ? അപ്പോഴേക്ക് നമ്മുടെ ശ്രീകാന്തിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ബലൂൺ അങ്ങോട്ട് പൊട്ടിപ്പോവുകയാണ്. എൻ്റെ ശ്രീകാന്തേ, നീ കറക്റ്റ് ടൈമിംഗ് ആണല്ലോടാ, നീ കറക്റ്റ് സമയത്താണല്ലോ ആ ബലൂൺ പൊട്ടിച്ചത്. ഏതായാലും നന്നായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചന്ദ്ര ആകെ വളിച്ച മുഖത്തോട് കൂടി തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. എടാ സുധി, നീ ഇങ്ങോട്ട് വന്നേ. നിനക്കൊരു ജോലിയില്ലല്ലോ, നീ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടേ. അച്ഛാ, ഞാൻ കുടിച്ചോണ്ടിരിക്കുകയല്ലേ അച്ഛാ. പിന്നെ എങ്ങനെയാണ്? എടാ നീ മടി കാണിക്കാതെ ഇവിടെ വാടാ. അപ്പോൾ ശ്രുതിയും വരികയാണ്. അപ്പോൾ നമ്മുടെ രവി ആണെങ്കിൽ ആ ടേബിളിൻ്റെ പുറത്ത് ഇങ്ങനെ കയറി ആ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്യണം. രവിയേട്ടാ വേണ്ട, രവിയേട്ടാ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? നിങ്ങൾ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റും. എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അല്ല, അതിരിക്കട്ടെ. രവിയേട്ട ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സച്ചിയും രേവതി എവിടെ പോയി? എന്നിട്ട് അവർ ഡെക്കറേഷൻ കൂടുന്നില്ലല്ലോ. ഓ, അതാണോ കാര്യം? അവരെ ഒരാവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ അവർ വരുമ്പോൾ ഉറപ്പായിട്ടും അച്ചമ്മയ്ക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യും. അവരങ്ങനെ മടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല. അങ്ങനെ നമ്മുടെ സുധിയും അവിടെ നിന്ന് എസ്കേപ്പ് ആണ്. സുധിയേട്ടാ, അവിടെ നിന്നേ സുധിയേട്ടാ, കണ്ടോ സുധിയേട്ടൻ എസ്കേപ്പ് ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധി അവിടെ എസ്കേപ്പ് ആവണം. അപ്പോൾ ശ്രുതി ഡെക്കറേഷനൊക്കെ ചെയ്യാനായിട്ട് കൂടുകയാണ്. എടാ ശ്രീകാന്തേ, ശ്രുതി പോകണമെങ്കിൽ പോട്ടെ, ശ്രുതി ഉണ്ടല്ലോ, അവൻ്റെ ജോലിയും കൂടി നമുക്ക് ശ്രുതിയെ ഏൽപ്പിക്കാം. മോളെ ശ്രുതി ചെയ്യും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. ബൈ.